കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പോലീസുകാരനായ മാഷ്ദാസ് ബൈക്ക് യാത്രികനെ വയർലെസ് കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. ഒരു ചെവിയുടെ കേൾവിശക്തി നഷ്ടമായ സന്തോഷ് ഫെലിക്സ് ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി ICUയിലാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയായ പോലീസുകാരനെതിരെ പോലീസ് കേസെടുത്തിരുന്നില്ല. ഇന്ന് രാവിലെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ആശുപത്രിയിലെത്തി സന്തോഷിനെ സന്ദർശിച്ചു. തുടർന്ന് രൂക്ഷമായ വിമർശനമാണ് പോലീസിനെതിരെ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് നടത്തിയത്. ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് പോലീസുകാരനെതിരെ കേസെടുക്കണമെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ആവശ്യപ്പെട്ടു. സന്തോഷിന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, യാതൊരു കാരണവുമില്ലാണ്ട്. അപ്പോൾ സ്റ്റേറ്റിന് ഒരു ഉത്തരവാദിത്വമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് വഹിക്കാനായിട്ട്. അത് അവർ തന്നെ കൊടുക്കേണ്ട. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് മടങ്ങി അല്പസമയത്തിനകം തന്നെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി സന്തോഷിൽ നിന്ന് മൊഴിയെടുത്തു. തുടർന്നാണ് പോലീസുകാരനായ മാഷ്ദാസിനെതിരെ കേസെടുത്തത്. ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനാണ് കേസ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.